ക്രിസ്തീയ ജീവിത പാരായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയതായ ദിവസത്തിൻ്റെ ആചരണത്തിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ മുഴുവനായും പേറിയവനായ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും കഷ്ടാനുഭവത്തിലും പങ്കാളികളായി തീർന്ന ആ ക്രിസ്തുയേശുവിൻ്റെ വലിയ തിരുനാമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മപ്രചോദനം സമ്പാദിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ആത്മതൃഷ്ണയോടുകൂടെ അടുത്തു വന്നിരിക്കുന്ന മനോഹരമായ ഒരു സുദിനം. ഈ വലിയ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കുവാനും അവൻ്റെ ക്രൂശിലൂടെ വെളിപ്പെട്ട ആ ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ പാത്രമായി ഈ ലോകത്തിൽ പരിലസിക്കുവാനും തൻ്റെ ക്രൂശിലൂടെ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനും ആ ക്രൂശിലെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാവവാക്കുകളായി അതിൻ്റെ പങ്കാളികളായി ഈ ലോകത്തിലെ ജീവിതം ദൈവത്തോടുകൂടെ ഏറ്റവും അത്യുത്കൃഷ്ടമായ നിലയിൽ നയിക്കുന്നതിനുമുള്ള ഒരാത്മ പ്രചോദനം നൽകിത്തരുന്നതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഗോചരണീയമല്ലാത്തതായ ആ ദൈവികമായ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. അവൻ്റെ വചനം മനനം ചെയ്യുന്നത് കൊണ്ട് പുതിയ ആത്മശക്തി സംഭരിക്കുവാൻ തക്കവണ്ണം ഈ മൺകൂമ്പാരങ്ങൾക്ക് സാരിതപ്രിയമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ക്രൂശിൻ്റെ സൗരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെയേറെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. ക്രൂശ് ഒരു ചരിത്ര സംഭവമാണ്. ക്രൂശ് ഒരു യാഥാർത്ഥ്യമാണ്. ക്രൂശിൻ്റെ ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ധാർമ്മികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കാണുവാൻ സാധിക്കുന്നത് റോമാ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് വാസ്തവത്തിൽ നിയമപരമായിട്ട് കർത്താവിനെ കൊല്ലുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം യഹൂദ ജാതിക്കാണ്. റോമൻ സമൂഹത്തിൽ അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിൽ പല വിധത്തിലുള്ളതായ ആളുകളും സംസ്കാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു, ഉടലെടുത്തിരുന്നു. യഹൂദന്മാര്, അവരുടെ കൂട്ടത്തിലെ പരീശന്മാര്, ശാസ്ത്രിമാര്, അങ്ങനെയുള്ള പല വിഭാഗങ്ങൾ യഹൂദിൻ്റെ ചിന്തയിലുള്ള അല്ലെങ്കിൽ പരീക്ഷ ശാസ്ത്രം അനുസരിച്ച് ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ കൂടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യോഗ്യമായ ഒരു ജീവിത നടപടി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത് എന്നവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് അവരെ മോറൽ പെർഫെക്ഷന് വേണ്ടിയാണ് ശ്രമിച്ചിരുന്നത്. ഈ മോറൽ പെർഫെക്ഷൻ ഇല്ലാത്ത ആളുകളെയൊക്കെയും കർത്താവ് തന്നിലേക്ക് മാടി വിളിച്ചു. ഈ മോറൽ പെർഫെക്ഷനെ കർത്താവ് എതിർത്തു. ഇത് ഇന്നർ കോൺട്രഡിക്ഷനാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇതൊക്കെയും തന്നെ ക്രൂശിലേറ്റി ഈ ന്യായപ്രമാണം പാലിക്കാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പരീശന്മാരെ ഒട്ടുമിക്ക ആളുകളും ജന്മികളായിരുന്നു. പുരോഹിതന്മാരുണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ അവർക്ക് ഈ പരീശന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായ ഈ ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലുകളോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ ഒന്നിനോടും ചേർന്ന് പോകുവാനായിട്ട് കഴിഞ്ഞില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊന്നവനായ ഒരു വ്യക്തിയുടെ ക്രൂശിൽ അവർക്ക് മഹത്വം ദർശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ എസീനിയൻസ് ഉണ്ടായിരുന്നു, ഹെരോദാവിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഹെരോദിയൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സീലോട്ട്, അവര് ഇരുമ്പുകാരായ ആളുകൾ ആയുധമെടുത്ത് റോമൻ ഗവൺമെന്റിനടുത്ത് പോരാടി വിജയം വരിക്കുവാൻ ആഗ്രഹിച്ചതായ ഒരു സമൂഹം. ഇങ്ങനെയുള്ളതായ പല കൂട്ടങ്ങൾ, പല ഗ്രൂപ്പുകൾ ഒക്കെ ഉള്ളതായ സമൂഹത്തിലാണ് കർത്താവിൻ്റെ മരണം നടക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, യഹൂദനോ പരീശനോ ശാസ്ത്രിയോ ഒന്നും മനസ്സിലാക്കാത്തതായ വലിയതായ ഒരു സത്യം ക്രിസ്ത്യാനി ഉൾക്കൊണ്ടിരിക്കുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ സമൂഹം ഉൾക്കൊണ്ടിരിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവെന്ന് പൗലോസ് പറയുന്നു. ക്രൂശിൽ അടങ്ങിയിരിക്കുന്ന 2-3 ദിവ്യമായ ശക്തികളെ കുറിച്ച് വളരെ വേഗം പ്രതിപാദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു വീണ്ടെടുപ്പിൻ്റെ വലിയ അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് മനുഷ്യജാതിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു. നമ്മുടെ ഓർത്തഡോക്സ് തിയോളജി അനുസരിച്ച് നാം ഉപയോഗിക്കുന്ന പദം തിയോസിസ്, ദൈവീകരണം. ദൈവീകരണ പ്രക്രിയയിലേക്കുള്ളതായ ഒരു യാത്രയാണ് മനുഷ്യന്റെ ജീവിതം. ആ ദൈവീകരണ പ്രക്രിയ
പ്രക്രിയ പൂർത്തിയാക്കി തരുന്നത് മനുഷ്യന്റെ പൂർണ്ണമായ സമർപ്പണം മൂലമാണ്. ഈ ദൈവീകരണ പ്രക്രിയ പൂർത്തിയാക്കുന്നത് ദൈവവും മനുഷ്യനുമായിട്ട് സമ്മേളിക്കുന്നതിൽ കൂടെയാണ്, ഒന്നായിരിക്കുന്നതിൽ കൂടെയാണ്. ഈ ലോക ജീവിത യാത്രയിൽ ദൈവത്തോടു കൂടി കൈപിടിച്ചുകൊണ്ട് ജീവിച്ച് അവരുമായിട്ട് യൂണിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ദൈവീകരണ പ്രക്രിയ നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ ഈ ദൈവീകരണം നമ്മളിലൂടെ സാധിച്ച് യേശുക്രിസ്തുവിലുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. എവിടെയാണ് മനുഷ്യന് വീണ്ടെടുപ്പ് ആവശ്യമായിരിക്കുന്നത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയതായ സൃഷ്ടിയാണ്. God created man in his own image and likeness. അതിനൊരു വലിയതായ സാന്നിധ്യമുണ്ട്, അതിന് വലിയതായ ഉദ്ദേശമുണ്ട്. To become the invisible God's presence. കാണപ്പെടുവാൻ പാടില്ലാത്ത ദൈവത്തിന്റെ കാണപ്പെടുന്ന ഹൃദയങ്ങളായി ലോകത്തിൽ പരിലസിക്കുവാൻ, ലോകത്തിൽ ജീവിക്കുവാൻ, ബന്ധങ്ങളിൽ ഒക്കെയും ആ വ്യവസ്ഥിതി സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. ഈ ബന്ധം നഷ്ടപ്പെട്ടു പോയി. പാപം മനുഷ്യന് പ്രവേശിച്ചപ്പോൾ the fallen nature, അവന്റെ വീഴ്ച കൊണ്ട് അവൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന്, സംസർഗത്തിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെട്ടു. ആ വിച്ഛേദനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിനെ അയച്ചു എന്നുള്ളതാണ് ദൈവനീതിയുടെ വലിയതായ ബഹിസ്ഫുരണം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നു. ദ ഫുൾ മാൻ ആൻഡ് ഫുൾ ഗോഡ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായവൻ നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അവിടെയാണ് ദൈവനീതിയുടെ വലിയതായ പ്രകടനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവനീതിയുടെ വലിയതായ വെളിപ്പെടുത്തൽ എവിടെയാണ് കാണിക്കുന്നത്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുത്രനായ പാപമില്ലാത്ത പാപരഹിതനായ കർത്താവിനെ ബലിയായി നൽകുന്നു. ഇത് മനുഷ്യ ഹൃദയങ്ങളെ ആകർഷിക്കുമ്പോഴാണ് മനുഷ്യ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുന്നത്. പുതിയ ഡിറ്റർമിനേഷൻ, പുതിയ കാഴ്ചപ്പാട്, പുതിയ ആറ്റിറ്റ്യൂഡ്, പുതിയ വിഷൻ, പുതിയതായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി, ഇൻസൈറ്റോടുകൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണം മനുഷ്യനെ സാരഥപ്രിയമാക്കി തീർക്കുന്നത് ഈ ക്രൂശിന്റെ വലിയതായ ശക്തിയെ നാം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. എവിടെയാണ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അന്വേഷിച്ചു വരുന്നവനായ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്? ആദ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് ഏദനിലാണ്. ദൈവവുമായുള്ള സംസർഗത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അവരെ തേടി ഇറങ്ങി വരുന്നവനായ ദൈവം, സ്നേഹത്തിന്റെ മൂർത്തിഭാവം, കരുണയുടെ മൂർത്തിഭാവം, മാറ്റമില്ലാത്ത സ്നേഹിതൻ, ഇറ്റേണൽ കോണ്ടംപററി, വർത്തമാന കാലത്തിലും സമകാലികനായിരുന്ന് നമ്മോടുകൂടി പ്രവർത്തിക്കുന്ന ആ സ്നേഹത്തിന്റെ ആർദ്രത, ആ കരുണ, ആ മനസ്സരിവ്, ആ ദീപ്തമായ സ്നേഹത്തിന്റെ, ഉത്കടമായ സ്നേഹത്തിന്റെ കവിയാട്ടമാണ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒളിച്ചിരുന്നവനായ ആദമിന്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? നീ എവിടെയാണ്? നിന്റെ വാസം എവിടെയാണ്? നിന്നെ ഇവിടെയല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്, നിന്നെ ഇവിടെയല്ല കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എലിയാവിനോട് ചോദിക്കുന്നുണ്ട്. എലിയാവ് ഇസബേലിന്റെ വാക്ക് കേട്ട് ഭയജഗതിയായിട്ട് കർമ്മേലിലെ പർവ്വതത്തിന്റെ ഗുഹാന്തരഭാഗത്ത് പാർക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എലീജാ, വാട്ട് യു ആർ ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്തെടുക്കുന്നു? നിന്നെ ഇവിടെയല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിന്നെ കർമ്മേലിന്റെ മുകളിലും അതുപോലെ ദൈവത്തോടുള്ള സംസർഗത്തിലുമാണ് നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എലീജാ, you look up, go forth, stand up on the mountain and see God, his commands. അവനെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കണം. നീ അവനെ കാണണം, നീ അവനെ ദർശിക്കണം. അവന്റേതായ കമാൻഡ് സ്വീകരിക്കുവാൻ നീ ഒരുക്കമുള്ളവരായിട്ട് ഹൃദയത്തെ ഒരുക്കി നിന്റെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് പറയുകയാണ്. ഇത് തന്നെയാണ് നമ്മളോട് ദൈവം പറയുന്നത്. നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം ഭാഗവാക്കുകളായി തീരുവാൻ നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ഗോസ്പൽ യമൻ, ഗോസ്പൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആട്, മനുഷ്യൻ, ബ്രഹ്മ. ഇവിടെ 3ന്റെയും ഒരു തീം നഷ്ടപ്പെടലാണ്. ആ നഷ്ടപ്പെടലിലെ വേദനിക്കുന്നതായ ഉടയവനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. 99 ആടിനെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കുറിച്ച് ഇറങ്ങിച്ചെന്ന് ആർദ്രയോടുകൂടി അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിന് പ്രത്യേകതയുണ്ട്. തീവ്രതയുള്ളതായ അന്വേഷണമാണ്. പിന്നെയും പ്രത്യേകതയുണ്ട്. ജാഗ്രതയോടുകൂടിയ അന്വേഷണമാണ്. പിന്നെയും പ്രത്യേകതയുണ്ട്. കണ്ടെത്തുവോളം അന്വേഷിക്കുക. നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് പിതാവിന്റെ ഹൃദയത്തിലെ വ്യഥ, മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ ആ സ്നേഹത്തിന്റെ കവിയാട്ടം വാക്കുകളിലൂടെ പ്രകടമാക്കുവാൻ സാധ്യമല്ല. നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് തേടുന്നതായ ആ പിതാവ് ജാഗ്രതയോടുകൂടെയുള്ള അന്വേഷണം, വേദനയോടുകൂടെയുള്ള അന്വേഷണം, കണ്ടുകിട്ടുന്നത് വരെയുമുള്ളതായ അന്വേഷണം,
കണ്ടുകിട്ടുമ്പോഴാണ് പിതാവിന് സന്തോഷം ഉണ്ടാകുന്നത്. ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയ സ്ത്രീയെ, അവളുടെ ഒരു ദിവസത്തെ വേതനമാണ് ആ ഒരു ദ്രഹ്മ. ഈ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയ തലയിൽ അണിയുന്ന ആഭരണമാണ്. ഒരുപക്ഷെ അവളുടെ ചാരിത്രത്തെ സംശയിച്ചേക്കാം. അവിടെ ഒരു ലാമ്പ് കത്തിച്ചുകൊണ്ട് തീഷ്ണതയോടുകൂടി അന്വേഷിക്കാം, കണ്ടുകിട്ടുമ്പോഴും അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഇതാണ് സ്വർഗീയമായ മഹിമ വെടിഞ്ഞ് ഈ മന്മയനായ മനുഷ്യനെ വിൺമയന്റെ ആധിപത്യത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം അവൻ മഹിമ വെടിഞ്ഞു വന്നു. ആ മഹിമ പ്രതാപനായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് മുന്നേറുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. ഒരു സ്ത്രീ ഒരു മകനെ പ്രസവിച്ചുകൊണ്ട് അവൾ അമ്മയാകുന്നില്ല. അവളുടെ മാതൃത്വത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിലേക്ക് വളരണമെങ്കിൽ അവൾ ആ പെറ്റവളെ പോറ്റണം. പെറ്റവളെ പോറ്റുകയോ ചോദ്യം ചെയ്യുമ്പോഴാണ് അവളുടെ മാതൃത്വത്തിന് അർത്ഥമുണ്ടാകുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള സംയോജനത്തിലൂടെയാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് മഹത്വം ഉണ്ടാകുന്നത് യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുമ്പോഴാണ്. oneness with God, atonement with God, interpenetration of personality. വ്യക്തിത്വം യേശു ക്രിസ്തുവിന് കൊടുക്കുക, യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം നാം സ്വീകരിക്കുക. ആ അനുഭവത്തിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ആശയം വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, സമയത്തിന്റെ പരിമിതി കൊണ്ട്. രണ്ടാമത്തെ ആശയം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വലിയതായ ഹ്യൂമിലിറ്റിയുടെ ചിത്രമാണ്. ലോകത്തിൽ ഇത്രയും താഴ്ച വരച്ചവനായ ഒരു മനുഷ്യൻ വേറെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ മനുഷ്യരാജ്യ രക്ഷയ്ക്ക് വേണ്ടി അയക്കുക എന്നുള്ളതായ ഉദ്ദേശം പിതാവിന്റെ ഹൃദയത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഒരു മനുഷ്യനും അറിയാൻ പാടില്ലായിരുന്നു ഇവൻ ഇത്രമാത്രം താഴ്ച വരച്ചവനാണ്. ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിലേക്ക്, കീറ്റ തുണിയിലേക്ക്, പശുത്തൊട്ടിയിലേക്ക് രാജാതിരാജൻ മഹിമാപ്രതാപനായ യേശു ക്രിസ്തു ജനിക്കുന്നു. കൊട്ടാരത്തിലല്ല, പുൽത്തൊട്ടിയിൽ ജനിക്കുന്നു. അവൻ അതപതിച്ച മനുഷ്യന്റെ സഖിയായിട്ട് അവൻ മാറുകയാണ്. ധീവരന്മാരുടെ, മുഖുവന്മാരുടെ, അതുപോലെ മത്സ്യബന്ധനമൊക്കെ നടത്തുന്ന ആളുകളുടെ സഖിയായിട്ട് അവൻ മാറുകയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ സമൂഹത്തിലെ വ്യക്തികളുടെ കൂടെയാണ് അവന്റെ സഖിത്വം. സ്നേഹവൻ വെളിപ്പെടുത്തി കൊടുത്തു, കരുണയവൻ വെളിപ്പെടുത്തി കൊടുത്തു. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്ക് മേറെ അവൻ ചോദ്യം ചെയ്തു. ഉഷരോഗിയെ തള്ളിക്കളഞ്ഞ സമൂഹത്തിൽ ഉഷരോഗിയുടെ രോഗം മാറ്റി സമൂഹമായിട്ട് അവൻ രഞ്ജിപ്പിച്ചു. ഭക്ഷണമില്ലാതെ വിശന്ന് വളർന്ന് തളർന്നുപോയ മനുഷ്യന് ഭക്ഷണം കൊടുത്ത് 5000 പേരെ അവൻ പോഷിപ്പിച്ചു. തന്നെയുമല്ല, അവന്റെ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിക്കുന്നുണ്ടോ? അവൻ സ്നേഹത്തിന്റെ പ്രതിനിധിയാണ്, എളിമയുടെ പ്രതിനിധിയാണ്, കരുണയുടെ മൂർത്തിഭാവം തെളിയിപ്പിച്ചു. അവൻ ജെറുസലേമിലേക്ക് ഏറ്റവും എളിമയുള്ളതായ വാഹനമേറി. സാധാരണ രാജാക്കന്മാര് അശ്വാരൂഢരായിട്ടാണ് വരുന്നത്. ഇവൻ കഴുതയുടെ പുറത്ത് വാഹനമേറി താൻ എളിമയുടെ മൂർത്തിഭാവം വെളിപ്പെടുത്തി. തന്നെയുമല്ല, അവസാന അന്ത്യത്താഴ നാളില് അവൻ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുകയാണ്. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഒരു വിരുന്നിന് വന്നു കഴിഞ്ഞാല് അടിമകളെ കൊണ്ടാണ് ഗസ്റ്റിന്റെ കാലുകളെ കഴുകിക്കുന്നത്. കർത്താവ് കാലത്തിൽ വെള്ളമെടുത്തു, തൂവാലയെടുത്ത് ആ ശിഷ്യന്മാരുടേതായ കാലുകൾ കഴുകി. സ്നേഹത്തിന്റെ, എളിമയുടെ, താഴ്മയുടെ മൂർത്തിഭാവമാണ് അവൻ. പൗലോസിനെ കുറിച്ച് പറയുകയാണ്, അവൻ ദൈവവേഷത്തിലിരിക്കെ ദാസ്യവേഷം പൂണ്ട് തന്നെത്തോളം താഴ്ത്തി ക്രൂശിലെ മരണത്തോടും അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങുന്നുവെന്ന്. അവൻ എളിമയുടെ നാഥനാണ്, അവൻ കരുണയുടെ നാഥനാണ്. ആ എളിമയുള്ളവനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നാം വരുമ്പോൾ ഈ എളിമത്തത്തിന്റെ ഭാവം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു പുതിയതായ ഉയർച്ച ലഭിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചു, മഹത്വത്തിലേക്കുള്ളതായ വഴി എളിമയുടെ വഴിയാണ്, താഴ്മയുടെ വഴിയാണ്, താഴ്മയുടെ മാർഗമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. താഴ്മ ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ അതപരിച്ച അവസ്ഥയെക്കുറിച്ച് യഥാർത്ഥമായ ബോധ്യം നമുക്ക് ഉടലെടുക്കുമ്പോൾ മാത്രമാണ് താഴ്മയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. വലിയവനായ പൗലോസ് പറയുന്നുണ്ട്, he got a chance to look into his own infirmities in his own life. അദ്ദേഹത്തിന്റെ ജീവിതത്തില് തന്നെ തന്നെ നോക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന്. തിമോഥെയോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തു ലോകത്തെ രക്ഷിപ്പാൻ വന്നുവെന്ന് എല്ലാവർക്കും വിശ്വാസവും യോഗ്യവുമായ വചനമാണ്. എന്നാൽ ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് അദ്ദേഹത്തിന് തന്റെ ആന്തരികമായ നയനങ്ങൾ തുറക്കുവാനുള്ളതായ ശക്തി ലഭിച്ചു. തന്നിലേക്ക് തന്നെ നോക്കുവാനായിട്ട് ഞാൻ പാപികൾ പ്രധാനിയാണെന്ന് പറയുകയാണ്. പിന്നെ പൗലോസ് പറയുകയാണ്, എന്താണ് പൗലോസ് പറയുന്നത്? ലീസ്റ്റ് among the apostles, ഞാൻ അപ്പോസ്തലന്റെ പേരിന് വിളിക്കുവാൻ യോഗ്യനല്ല, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവുള്ളവനാണ്. വീണ്ടും പൗലോസ് പറയുകയാണ്, റോമാലേഖനത്തിൽ
I am the wretched man. Who will deliver me from the bondage of sin? ഞാൻ ഏറ്റവും അരിഷ്ട മനുഷ്യൻ, ഞാൻ ഏറ്റവും അരിഷ്ട മനുഷ്യൻ. ഈ ആകാശത്തിന്റെ നീലിമയെ ചുപ്പിച്ചുകൊണ്ട് കളകളകാനം മുഴക്കി കുയിലിനെ പോലെ നടക്കുന്ന ആ മനോഹാരിത പങ്കിട്ടുകൊണ്ട് സുവിശേഷത്തിന്റെ സൗരഭ്യം, സുവിശേഷത്തിന്റെ മനോഹാരിത ലോകം മുഴുവൻ അറിയിക്കണമെന്നുള്ള ആ തീക്ഷ്ണമായ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച പൗലോസ് പറയുകയാണ്, വലിയവനായ പൗലോസ് പറയുകയാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നിൽ വെച്ചാൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്. എന്റെ നന്മയുടെ ആഗ്രഹത്തെ തളർത്തിക്കളയുന്നതായ തിന്മയുടേതായ ഒരു പ്രമാണം, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങൾ കാണുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സെൽഫ് നോളജ്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. സ്വയത്തിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ താഴ്മയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വലിയതായ ക്രൂശ് മരണത്തിന്റെ ത്യാഗത്തിന്റെ മുമ്പിൽ, ലോകത്തിലേക്കും ഏറ്റവും വലിയ താഴ്മയുടെ ദൃഷ്ടാന്തമായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മുമ്പിൽ നമുക്ക് താഴ്മയുള്ളവരായി ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ പ്രലോഭ ജീവിത ഈ ശുശ്രൂഷയുടെ അർത്ഥം പൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം. എന്താണ് നമുക്ക് താഴ്മയില്ലാതെ വരുന്നത്? മൗണ്ടൻ ഹൈ പ്രൈഡ് നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എന്റെ ആറ്റിറ്റ്യൂഡ് ശരിയാണ്, എന്റെ പ്രവർത്തനം ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, നീ കംപ്ലീറ്റ്ലി തെറ്റാണ്, നിന്റെ കുഴപ്പങ്ങളാണ്, മുഴുവൻ നിന്റെ കുഴപ്പങ്ങളാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ. വീട്ടിലാണേലും ഭവനത്തിലാണേലും ബന്ധപ്പെടുന്ന മേഖലകളിലാണെങ്കിലും ഞാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്. ഇത് മാറുവാൻ നമുക്ക് സാധിക്കണം. വിർച്യൂസിന്റെ കൂട്ടത്തിലാണ് താഴ്മയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിർച്യൂസ് നല്ല മനുഷ്യന്റെ ഗുണമാണ്, യേശുക്രിസ്തുവിന്റെ ഗുണമാണ്. ഈ താഴ്മ ലഭിക്കുന്നവനിൽ ഉണ്ടാകുന്ന പ്രവണതകൾ എന്തൊക്കെയാണ്? താഴ്മ ലഭിക്കുന്നവനെ ജെന്റിൽനെസ്സിലേക്ക്, മീക്ക്നെസ്സിലേക്ക് അത് ലീഡ് ചെയ്യും. ആ മീക്ക്നെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത് നമുക്ക് പേഷ്യൻസിലേക്ക് ലീഡ് ചെയ്യാണ്. പേഷ്യൻസ് ടേൺ ഇൻടു ലവ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ യുണൈറ്റ് വിത്ത് ഗോഡ്. ആ പേഷ്യൻസ് നമ്മെ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ യേശുക്രിസ്തുവുമായിട്ട് ഒന്നിപ്പിക്കുവാൻ സാധിക്കും. ഈ അനുഭവമാണ് നമുക്ക് സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായിട്ട് ചേരുകയാണ്. ആ യേശുക്രിസ്തുവിനായിട്ട് ചേർക്കപ്പെടുവാൻ വേണ്ടിയാണ് അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നത്, അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിക്കാൻ യോഗ്യമായി ജീവിക്കുവാൻ നമുക്കൊരു ഹ്യൂമിലിറ്റി ഉള്ളവരായിട്ട് നമുക്ക് തീരാൻ പ്രിയപ്പെട്ടവരെ. കാൽവരിയിലെ ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവിന്റെ പാദങ്ങളിൽ, ആണിയടിയിൽ തകർക്കപ്പെട്ട കർത്താവിന്റെ പാദങ്ങളിൽ ഈ മൺകുമ്പാരത്തെയും നമുക്ക് സമർപ്പിക്കാം. തിന്മ കൊണ്ട്, അനീതി കൊണ്ട്, ദുഷ്ടത കൊണ്ട്, ദോഷമുള്ള ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് ചീർത്തിരിക്കുന്നതായ ഈ മനുഷ്യ ജീവിതത്തെ അവന്റെ മുമ്പിൽ സമർപ്പിച്ച് താഴ്മയോടുകൂടെ ജീവിച്ച് പശ്ചാത്താപത്തോടുകൂടി അവനോടുകൂടി നടക്കാൻ ഒരുങ്ങാം. എന്റെ ആശയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വളരെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ ഭാഗം ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഒരു വലിയതായ ട്രാൻസ്ഫോമിംഗ് പവർ ഉണ്ട്. 3 കുരിശുകളാണ് സ്വർഗത്തിൽ കാലിൽ ഉയർത്തിയിരുന്നത്. The cross of rebellion, the cross of repentance, the cross of redemption. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രോസ് ഓഫ് റെപ്പൻഡൻസിനെ കുറിച്ചാണ്. അനുതാപിയുടേതായ കുരിശ്, കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടവനായ വ്യക്തിയിൽ ഒരാളായ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായി. അവൻ സമശിക്ഷാവധിയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ദൈവത്തിൻ്റെതായ ആ ശക്തിയെ, ആ മഹാത്മ്യത്തെ, ആ വലിയതായ പ്രഭാവത്തെ ഉൾക്കൊള്ളുവാൻ ആ മനുഷ്യന് സാധിച്ചു. തന്മൂലം അവൻ പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്വം പ്രാപിച്ചു വരുവാനുള്ളതായ അധികാരിയായിട്ട് കർത്താവിനെ കണ്ടു. അതുകൊണ്ട് അവൻ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ചേർക്കണമേ എന്ന്. കർത്താവിനെ തിരിച്ചറിയുവാനുള്ളതായ കഴിവാണെന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പുരുഷൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ വായിക്കുമ്പോൾ ഇച്ചിലൂടെ അർത്ഥസമ്പുഷ്ടപൂർണമായ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. Man knew his wife. പുരുഷൻ സ്ത്രീയെ അറിഞ്ഞു. യേശുക്രിസ്തുവിനെ അറിയുവാൻ സാധിക്കണം, ഹൃദയപൂർവ്വമായി ഉൾക്കൊള്ളുവാൻ സാധിക്കണം, ഹൃദയപൂർവ്വമായി അവരുമായി ഒന്നായി തീരുവാൻ സാധിക്കണം. കർത്താവ് പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് സമൂഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളിതാ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങി വരുമ്പോൾ നിങ്ങൾ പറയുന്നു ഇതാ മഴയ്ക്കുള്ളതായ കോൾ വരുന്നുവെന്ന്. തെക്ക് നിന്ന് കക്കങ്കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, വലിയതായ ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു വലിയതായ ഉഷ്ണം വരുവാൻ, തീക്കനൽ വരുവാൻ പോകുന്നുവെന്ന്. കർത്താവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ സമൂഹം ഈ കാലത്തിൻ്റെതായ സാങ്കത്യം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഈ കാലത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്നാൽ ഇവിടെ മനുഷ്യപുത്രൻ സ്വയമായി യാഗമായി തീരുകയാണ്, അവനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്ന് കർത്താവ് ചോദിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് മുമ്പാകെ
പുനഃപരിശോധിച്ചുകൊണ്ട് രൂപാന്തരത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. രൂപാന്തരത്തിന് നടത്തുന്ന കർത്താവിന്റെ ശക്തി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ദീർഘമായ ശുശ്രൂഷയിലൂടെ നമുക്കൊരു കാര്യം ആവശ്യമാണ്: പുതിയ ആറ്റിറ്റ്യൂഡ്, പുതിയ പ്രയോറിറ്റി, പുതിയതായ പെർസ്പെക്റ്റീവ്. ഈ അനുഭവങ്ങൾ ദൈവം നമ്മൾ തരട്ടെ. അച്ഛൻ അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞു, എന്റെ സമയം കഴിഞ്ഞു. നിങ്ങൾ കമ്പ്യൂട്ടറിൽ കയറുമ്പോൾ അറിയാം, ചിലപ്പോൾ ചില വെബ്സൈറ്റ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ സമയപരിധി കഴിയുമ്പോൾ അവിടെ കാണാം സെഷൻ ഔട്ട്, എന്റെ സമയം കഴിഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും തരട്ടെ. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയ കണ്ണുനീർ ചാലുകളെ അവൻ കാണാതിരിക്കുന്നവനല്ല. നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയതായ പ്രാർത്ഥന അവൻ കേൾക്കാതിരിക്കുന്നവനല്ല. തകർന്ന മനസ്സിന്റെ വേദനയെയും ദുഃഖത്തെയും ഭാരത്തെയും ഒക്കെ മാറ്റുവാൻ അവൻ കഴിവുള്ളവനാണ്. അവനിൽ സർവവും സമർപ്പിച്ച് അവനോടുകൂടി ഈ പാലായനം അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.